ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 10ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇടവക വികാരിയായിരിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ അംഗമായിരിക്കുന്ന ഒരു കുടുംബിനി കുറേ ദൂരെയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. വ്യക്തിപരമായ ഷെയറിങ്, നമ്മൾ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഗിഫ്റ്റഡ് കൗൺസിലിംഗ്, അതിന് പോയപ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തി ഇങ്ങോട്ട് സന്തോഷത്തോടെ പറഞ്ഞു, സഹോദരിക്ക് നല്ല പൗരോഹിത്യ സംരക്ഷണം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് പൈശാചിക ഉപദ്രവങ്ങളിൽ സഹോദരി സംരക്ഷണമുണ്ട്, ഉപദ്രവം ഏക്കാതെ പോകുന്നുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞ് സന്തോഷത്തോടെ കേൾക്കുകയും ചെയ്തു. അതെനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഈ സഹോദരി ആ ഇടവകയിലെ അംഗം വികാരിച്ചനായ എൻ്റെ പക്കൽ പതിവായിട്ട് കുമ്പസാരക്കൂട്ടിലെത്തും കുമ്പസാരിക്കാൻ. അവിടെ എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ വാക്കുകൾ കുമ്പസാരത്തിൽ തന്നെ പറയും. എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടെങ്കിൽ മറ്റവസരത്തിൽ അത് പറയാൻ അവസരം ഉണ്ടാക്കും. അങ്ങനെ ഒരു ആത്മീയ ബന്ധം എന്നോട് എടുത്തു പോയിരുന്നു. ആ സമയം ഇടയ്ക്ക് കുർബാന കഴിഞ്ഞ് ഞാൻ സങ്കീർത്തിയിൽ അടുത്താലും ഇറങ്ങി വരുമ്പോൾ സങ്കീർത്തിൽ വന്ന് പ്രത്യേക എന്തെങ്കിലും വിശേഷ കാര്യമുണ്ടെങ്കിൽ നേരെ വന്ന് കാര്യമൊന്നും പറയാനായിട്ടല്ല, ഒന്ന് മുട്ടുകൊത്ത്, അച്ഛാ എൻ്റെ കാര്യത്തിന് പോകും, എൻ്റെ ഒരു വിഷയമുണ്ട്, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കും, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥന മേടിച്ചുകൊണ്ട് പോകും. ഞാൻ സന്തോഷം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റഡ് കൗൺസിലിംഗ് വേണ്ടി ഒരു മെസ്സേജ് കിട്ടിയപ്പം അത് അദ്ദേഹത്തിന് അവർക്ക് ഒരു സന്തോഷമായി, എനിക്കും ബോധ്യമായി. പൗരോഹിത്യം വഴി നമുക്ക് കിട്ടുന്ന സംരക്ഷണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മൾ തിരിച്ചറിയണം. അനേകം അറിയാതെ പോകുന്നൊരു കാര്യമാണിത്. ഭൂതോച്ചാടന അനുഭവങ്ങളിൽ വളരെ ഗൗരവമുള്ള ഒരു വലിയൊരു നാടകീയ സംഭവമൊന്നും അല്ല ഇതെങ്കിൽ പോലും എൻ്റെ ഭൂതോച്ചാടന അനുഭവത്തിൽ എനിക്ക് പശ്ചാത്തലമായിട്ടുള്ള സംരക്ഷണത്തിന് അനുഭവം ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഭൂതോച്ചാടന അനുഭവ മേഖലയിൽ ആദ്യമായിട്ട് കിട്ടിയ പാഠങ്ങൾ എൻ്റെ ആത്മീയപിതാവായിരുന്ന കുരിശുമല വാഗമണിലെ ആശ്രമത്തിലെ മരിദാസിന് വഴിയായിട്ടാണ്. ആദ്യത്തെ എൻ്റെ ഒരു ബഹിഷ്കരണ സംഭവത്തിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ അന്നോട് പറഞ്ഞു, ഇന്ന് തന്നെ പോയി ബിഷപ്പിനെ കണ്ട് ഒരു ആശീർവാദം മേടിച്ചിട്ട് നാളെ ആ പൈശാചിക ആവാസ വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ അച്ഛന് പോകാവുള്ളൂ. ഞാൻ അന്നങ്ങനെ ചെയ്തു. അതുപോലെ ഇന്ന് വരെ ഞാനത് ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ പ്രാവശ്യവും ഓരോ കേസ് കൈകാര്യം ചെയ്യേണ്ട ഒരു ബിഷപ്പിൻ്റെ അടുത്ത് ചെല്ലുന്നതിൻ്റെ അർത്ഥം 1-2 മാസങ്ങൾ കൂടുമ്പോൾ ഞാൻ മദ്രാസന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ പിതാവിൻ്റെ പക്കൽ ഒന്നുകിൽ മുട്ടുകുത്തി, സൗകര്യം ഇല്ലെങ്കിൽ മിന്നു നിന്നുകൊണ്ട് എവിടെ വെച്ചാണെങ്കിലും വരാതെ വെച്ചാണെങ്കിൽ പോലും അല്ല ഊണുമുറി വെച്ചാണെങ്കിൽ പോലും ഞാൻ പറയും, വീണ്ടും പിരിയാന്നേരത്ത് പറയും, പിതാവ് ഒരു ആശീർവാദം. ഞാനിങ്ങനെ നിൽക്കും, പിതാവ് അപ്പം തന്നെ കൈ നീട്ടി എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചൊടിക്കും, ആശീർവാദം. അതൊരു സംരക്ഷണത്തിൻ്റെ തണൽ തരുന്ന സഭയുടെ സാന്നിധ്യം ഞാൻ സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ്. നമുക്കെല്ലാവർക്കും സഭയുടെ സംരക്ഷണം ആവശ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 35 വാക്യങ്ങളിൽ ഈശോയുടെ പരസ്യജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച് വരുമ്പോൾ ചുറ്റു നടന്ന് ഈശോ അതിനെ പ്രസംഗിച്ചപ്പോൾ ആൾക്കൂട്ടത്തെക്കുറിച്ചുള്ള ഈശോയുടെ നൊമ്പരം പറയുന്നത് ഇങ്ങനെയാണല്ലോ. ഈശോയ്ക്ക് അവിടെ പോലെ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഇടയനില്ലാത്ത ആടുകൾ, ഇടയനുള്ള ആടുകളുടെ അനുഭവം യോഹന്നാൻ 10 ഈശോ പറയുന്നുണ്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് വചനം ആഴപ്പെട്ട് ഈശ്വര അത്തരങ്ങളിലൂടെ തന്നെ പങ്കുവെക്കുന്ന ഒരു ആശയമാണ് നമ്മൾ ഇടയനുള്ള ആടുകളായിരിക്കണം. അതൊരു സംരക്ഷണത്തിൻ്റെ അനുഭവം കൂടിയാണ്. പരിപാലനമാണ്, നയിക്കലാണ്, പോറ്റലാണ്, എല്ലാം ഉണ്ട്. അതൊരു സംരക്ഷണം അതിനകത്തുണ്ട്. യോഹന്നാൻ 10:29-30 വാക്യങ്ങളിൽ അവയെ ആട്ടുപറ്റത്തെ കുറിച്ച് പറയാൻ, എനിക്ക് നൽകിയ പിതാവ് എല്ലാവരെയും വലിയവനാണ്, പിതാവിൻ്റെ കൈ നമ്മെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. 28-ാം വാക്യത്തിൽ പറയുകയാണ്, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. അപ്പം ഇടയനോട് ചേർന്ന് നിൽക്കുന്ന ഒരാട് പ്രത്യേകമായ സംരക്ഷണം അനുഭവിക്കുന്നു. അത് ദൈവികമായ സംരക്ഷണമാണ് നമ്മൾ കാണുകയാണ്. യോബിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, സാത്താൻ പറയുകയാണ്, അവൻ്റെ ഭവനത്തിനും കുടുംബത്തിനും വസ്തുക്കൾക്കും ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് സാത്താൻ അവനെ ആക്രമിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ജോബ് ദൈവത്തോട് ചേർന്ന് വന്നൊരു വ്യക്തിയായിരുന്നു. ദൈവം മനുഷ്യനായി വന്ന് ഭൂമിയിൽ നേരിട്ട് രക്ഷ അവതരിപ്പിച്ചു, രക്ഷയുടെ സുവിശേഷം നൽകി രക്ഷ നേടിയെടുത്തപ്പോൾ അതിൻ്റെ സമാപനത്തിൽ യോഹന്നാൻ 21 വായിക്കുന്നുണ്ടല്ലോ, പത്രോസിനെ വിളിച്ച് ഈശോ 3 പ്രാവശ്യം സ്നേഹം ഏറ്റുപറയിപ്പിക്കുന്ന രംഗം. അത് കഴിയുമ്പോൾ എൻ്റെ ആടുകളെ നീ മേയ്ക്കുക. യോഹന്നാൻ 21:15 വാക്യങ്ങൾ, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക. ഇനി മേലാൽ ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നത് ഈശോ വന്നപ്പോൾ ഈശോ വഴി, പിന്നെ ഈശോയ്ക്ക് ശേഷം സഭയിലെ ഇടയന്മാർ വഴിയായിട്ടാണ്. അതുകൊണ്ട് ഇടയൻ്റെ വക ഇടവക എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്.
സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം നൽകുവാനായിട്ട് ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇടവകൾ, നമ്മുടെ വികാരിയച്ഛൻ. ആ വികാരിയച്ഛൻ ആരായാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ചിലപ്പോൾ നമുക്ക് അഭിപ്രായ കുറവുണ്ടായിരിക്കും, എന്തെങ്കിലും കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം നോക്കി നമ്മളത് ചെയ്യാനും വിധിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും നമ്മൾ പോകണ്ട. ദൈവം നമ്മളത് ഏൽപ്പിച്ചിട്ടില്ല. റോമ 14 പറയുന്ന പോലെ മറ്റൊരാളുടെ സേവന വിധിക്കുന്ന നമ്മളാരാ? ദൈവം നമുക്ക് വേണ്ടി തൻ്റെ സംരക്ഷണ തണല് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് നൽകാൻ നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടയനാണത്. ആ ഇടയൻ്റെ തണൽ നമ്മൾ സ്വീകരിക്കണം. അതില്ലാതെ വരുമ്പോഴാണ് പരിഭ്രാന്തരും നിസ്സഹായരുമായി ഇടയിലുള്ള താഴെപ്പെടുന്ന അലയുന്നൊരു അനുഭവം ഉണ്ടാവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.